വരാൻ പോകുന്ന 2024 പൊതുതെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. 2014 മുതൽ 2024 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് അസന്നിഗ്ധമായി തന്നെ 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. അത് പറയാനുള്ള ഇച്ഛാശക്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാവപ്പെട്ടവൻ ലഭിക്കേണ്ട മുഴുവൻ വികസന പ്രവർത്തനവും അവരുടെ കൈകളിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനം 2014 മുതൽ 2024 വരെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ച തുടങ്ങി അവസാനിക്കുന്നതുവരെ ചർച്ച ചെയ്താൽ തീരാത്തത്ര വികസന പദ്ധതികൾ 2014 മുതൽ 2024 വരെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭരണം കൈയാളുവാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ഇടതുപക്ഷം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് INDI മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി, നമുക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ തമിഴ്നാട്ടിൽ INDI മുന്നണി എന്ന് പറഞ്ഞ് ഒരു മുന്നണി മത്സരിക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് അവർക്ക് ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് പറയുന്നു കോൺഗ്രസിന് ഭാരതം ഭരിക്കുവാനുള്ള നേതൃശക്തി ഇല്ല എന്ന് CPM-ൻ്റെ പ്രതിനിധി തന്നെ പറയുന്നു. ഈ കാലഘട്ടത്തിലാണ് ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 2009 മുതൽ 2024 വരെ 15 വർഷക്കാലം, ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വിശ്വപൗരൻ എന്ന് പറഞ്ഞ് 2009 ഇവിടെ എത്തി. അദ്ദേഹം അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണ സിറ്റി ഇരട്ട നഗരമാക്കുമെന്നാണ്. ഇരട്ട നഗരം പോയിട്ട് അരനഗരം പോലെ ആക്കുവാൻ ഈ നിമിഷം വരെ ശശി തരൂർ MP സാധിച്ചിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത് INDI മുന്നണിപ്പെട്ട 2 പാർട്ടികൾ ഒരുമിച്ച് തിരുവനന്തപുരത്തും കേരളത്തിലും മത്സരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വികസനം കേരളത്തിലെത്തുവാൻ കേരളത്തിൽ നിന്ന് പ്രതിനിധികൾ എത്തിയില്ലെങ്കിൽ പോലും എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് എല്ലാ കാലവും പറയുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല, ക്ഷേമ പെൻഷനുകൾ യഥാവിധി കൊടുക്കുമെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് 6 മാസമായി. പാവപ്പെട്ട സർക്കാർ ജീവനക്കാർ ബാങ്ക് അക്കൗണ്ടിലോട്ട് നോക്കിയിരിക്കുകയാണ്. എപ്പോഴും ബാങ്ക് സെർച്ച് ചെയ്യുന്നുണ്ട്, ഇന്ന് ശമ്പളം വരുമോ, നാളെ ശമ്പളം വരുമോ എന്ന കാലഘട്ടം. ഇത് കേരളത്തിൽ റേഷൻ കടകളിൽ അഴിമതി, റേഷൻ ലഭിക്കുന്നില്ല. അങ്ങനെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു. അതിന് കൂട്ടായി എന്നുള്ള ഒരു MP തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ വികസന സ്വപ്നം കാണുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരണമോ, അതോ ഭാരതത്തിന് വികസനം തുരങ്കം വയ്ക്കുന്ന കുടുംബാധിപത്യ പാർട്ടികളെല്ലാം ചേർന്നിട്ടുള്ള INDI മുന്നണി വന്ന് കേരളത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു? ഒരു കാര്യം ഉറപ്പ്, നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഉണ്ടാകും. അതിന് കേരളത്തിൻ്റെ ജനങ്ങൾ, കേരളത്തിൻ്റെ പൊതുസമൂഹം തയ്യാറെടുത്തിരിക്കുന്നെന്ന് വരുന്ന സർവേകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു.